അങ്ങ് സ്ഥലത്ത് എത്തി സാറേ, അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ അല്ല, ഞാൻ വന്നതേ ഉള്ളൂ സാറേ. ശരി, പ്രസാദം. ഓക്കെ. സംഭവം ഇതൊക്കെ കണ്ടാ വിചാരിക്കും ഈ അമ്പലത്തിൽ വന്ന് തൊഴുത ഏതോ ഭക്തനാണ്. ഈ അമ്പലം കുത്തി തുറന്ന് ഇവിടുത്തെ പ്രതിഷ്ഠ അടിച്ചോണ്ട് കള്ളനാണ്. അവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നേക്കുവാണ് ഞാൻ. അവന്റെ ഒരു ദിന്നുണ്ടല്ലോടാ, ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു സാറേ, ഞാൻ മോട്ടിക്കാൻ കയറിയല്ല, ഞാൻ ദീപാരാധന തൊഴാൻ കയറിയതാണ്. രാത്രി 12:15 ഏത് അമ്പലത്തിലാണ് ദീപാരാധന അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാണ് ഞാൻ. അല്ല, അത് എന്റെ കുറ്റമാണ്. പിന്നെ എന്റെ കുറ്റമാണോടാ? കള്ള എന്ന് വിളിക്കരുത്. പൊന്ന് സാറേ, ഈ അമ്പലമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതായിരിക്കും ബന്ധു വിട്ട് രാത്രി കയറി പ്രതിഷ്ഠ അടിച്ചോണ്ട് പോയത്. അങ്ങനെ പറയല്ല എന്റെ പൊന്ന് സാറേ. പിന്നെ എങ്ങനെ പറയണോടാ? സാറേ, എനിക്ക് ദൈവികമായിട്ട് ഭയങ്കര ബന്ധമാണ് എന്റെ കുടുംബം. എന്ത് ബന്ധം? എന്റെ അച്ഛന്റെ അനിയൻ കൊച്ചിച്ചനാണ്. അത് നിന്റെ അച്ഛന്റെ അനിയൻ മാത്രമല്ല, എന്റെ അച്ഛന്റെ അനിയനും എന്റെ കൊച്ചിച്ചനാണ്. പിന്നെ നാട്ടുകാരുടെ ഏക അച്ഛന്റെ അനിയന്മാരും കൊച്ചിച്ചനാണ്. അതല്ല ഞാൻ പറഞ്ഞത്. നീ പിന്നെ എന്തുവാണ് പറയുന്നത്? കുറെ നേരമായിട്ട് നീ എന്നെ ഇട്ട് പരീക്ഷിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞൊന്ന് കേക്ക്. അതായത് അച്ഛന്റെ അനിയൻ മതം മാറി ക്രിസ്ത്യാനിയാ, കൊച്ചച്ഛൻ പള്ളിയിലെ അച്ഛനാ. അതാ പറഞ്ഞ കൊച്ചച്ഛനാണെന്ന്. കംപ്ലീറ്റ് ലോജിക്ക് മിസ്റ്റേക്ക് ആണല്ലോടാ നീ ഇത് അടിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല സാറേ. പിന്നെ ഞാൻ തൊഴാൻ കയറിയതാണ് സാറേ. തൊഴാനാ? ഓ എടാ, തൊഴാൻ കയറുവാണെ തൊഴുതിട്ട് പോണമായിരുന്നു. പിന്നെ എന്താ ചെയ്തതെന്നറിയാവോ? അമ്പലത്തിനകത്ത് കയറി വിഗ്രഹം പൊട്ടിച്ച് പുറത്തോട്ട് ഇറങ്ങുന്ന പറ്റി CCTV കണ്ട് പേടിച്ച്. CCTV കണ്ടപ്പോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തൊഴുന്ന പോലെ അഭിനയിക്കാൻ മാത്രമല്ല, ഈ കിടക്കുന്ന മണി പിടിച്ച് മണി പഠിച്ച് ശംഖ് എടുത്ത് ഊതിയേക്കുന്നു. ആൾക്കാരെല്ലാരും കൂടെ എഴുന്നേറ്റ് വന്നപ്പോ വിഗ്രഹം കെട്ടിപ്പിടിച്ച് വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നു. അതും പൊട്ട തെറ്റ്. ആള് വില്ലൻ തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെ കിണ്ടി ചോദിച്ചാൽ ആരായിരുന്നാലും സത്യം പറഞ്ഞു. സാറിന് ഇങ്ങനെ ഈ കേസൊക്കെ തെളിയിക്കാൻ ഭയങ്കര കഴിവാണല്ലേ? പൊന്നും മോനെ, ഞാൻ ഭയങ്കര ഐറ്റമാണ് ഞാൻ. എന്റെ കേസ് അന്വേഷണം കണ്ടിട്ടല്ലേ ഈ CBI പരമ്പര ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങളുടെയൊക്കെ SI വെറും മണ്ടനാടാ. പിന്നെ ഞാനാണ് പ്രമാദമായ പല കേസിനും തുമ്പുണ്ടാക്കി കൊടുക്കുന്നത്. ഈ അടുത്ത് ഞാൻ ഒരു കേസിന് തുമ്പുണ്ടാക്കിയിട്ട് വിവാദം വരായി. അയ്യോ, അതെന്താ സംഭവം? എടാ, ഒരു കാര്യമില്ലാതെ ഞാൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങിയായിരുന്നു. അപ്പൊ ഒരു കള്ള ഒരു 2 നില വീടിന്റെ മതിൽ ചാടി കിടക്കുന്നു. വിടുവാ ഞാൻ അവന്റെ പുറകെ കൂടി. ഞാൻ നോക്കുമ്പോ ഇവൻ വീട് തുറന്ന് അകത്ത് കേറുവാ. ഞാൻ ഇവന്റെ കൂടെ കേറി. അകത്ത് ചെന്നപ്പോ ഒരു പെങ്കൊച്ച് കട്ടിലേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവൻ ചെന്ന് അലമാരി തുറക്കാനും താക്കോൽ ഉരുണ്ട് തറയുണടാ. ഈ സമയത്ത് ഞാൻ ആ സൈഡിലെ കട്ടിലെ മാറി അങ്ങ് കിടന്നു. പിന്നെ അവിടെ എന്താ നടന്നെന്നറിയാവോ? നടന്ന കാര്യം പിന്നെ പറയാം, ആദ്യം കിടന്ന കാര്യം പറ. എടാ, ഞാനായോണ്ട് ഇതൊക്കെ ക്ഷമിക്കുന്നു. SI ഇപ്പൊ ഇങ്ങോട്ട് വരും. അറിയാവോ പുള്ളിയെ? ദൈവം തമ്പുരാനെ, പാവം പിടിച്ച മനുഷ്യന് 46 വയസ്സായി. ഇപ്പോഴാണ് പുള്ളിയുടെ ഒരു കല്യാണം ആയേക്കുന്നത്. ഇന്ന് നിശ്ചയമാണ്. ഈ നിശ്ചയ സമയത്ത് തന്നെ പുള്ളിയുടെ സ്റ്റേഷൻ അതിർത്തി കയറി ഇവൻ മോട്ടിച്ചേക്കുന്നു. കേസും പറഞ്ഞായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അയാൾ ആ കലിപ്പൂടെ നിന്നോട് തീർക്കും. അണ്ട് പറഞ്ഞു തീർത്തില്ല. ഇതേ വരുത്. രാജീവേ, എന്തായി രാജീവേ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവേ സാറേ, എന്തായി രാജീവേ? രാത്രി 12:15 ഇവൻ ഇവിടെ എത്തുന്നു. മതിൽ ചാടി ക്ഷേത്രത്തിൽ കുളത്തിൽ കുളിക്കുന്നു. നേരെ വിഗ്രഹം അടിച്ചോണ്ട് പോകുന്നു. രാജീവാണോ ചൂട്ട് കത്തി മുമ്പേ നടന്ന? അങ്ങനെ ചോദിച്ചു. അവൻ പറയേണ്ടത് താൻ കയറി പറയുന്നു. എങ്ങനെയായിരുന്നു സംഭവം? അല്ല സാർ, എങ്ങനെയായിരുന്നു സംഭവം? ഞാൻ കുളത്തിൽ കുളിച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലോട്ട് കയറിയത്. കുളത്തിൽ കുളിച്ചോ? എന്തിനാ കുളത്തിൽ കുളിക്കേണ്ട കാര്യം എന്തോ? നല്ലൊരു കാര്യത്തിന് അമ്പലത്തിലോട്ട് പോയല്ലേ, അപ്പൊ കുളിച്ച് വൃത്തിയായി പോണ്ടേ? അമ്പലത്തിൽ അർച്ചന നടത്താൻ വന്നല്ലോ, വിഗ്രഹം എടുത്തോണ്ട് പോകാൻ വന്നതല്ലേ, പിന്നെ എന്തിനാ കുളിക്കേണ്ട കാര്യം? സാറേ, ഒറ്റ സെക്കൻഡ്. ഇവൻ കയറി കുളത്തിൽ കുളിച്ച കാരണമാണ് ഈ കേസിന് പ്രമാദമായ തുമ്പുണ്ടായേക്കുന്നത്. ഇവൻ കുളത്തിൽ കുളിക്കുന്ന സമയത്താണ് നമ്മുടെ മേൽശാന്തി എഴുന്നേറ്റ് വന്നത്. ഈ പുള്ളി സംഭവം എന്ന് വെച്ചാൽ ഇവൻ ഇമ്മ്യൂണിറ്റി പവർ കുറവാ. അതായത് അതിന്റെ മലയാളം എനിക്കറിയത്തില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എടുത്ത് ഈ 12 മണിക്ക് കുളത്തിലെടുത്ത് ചാടി. കുളത്തിന് നല്ല തണുപ്പല്ലേ, ഇവൻ കിടുകിടായിന്ന് വിറക്കുമായിരുന്നു. ഇവന്റെ മേൽപ്പല്ലും താഴ്പല്ലും കൂടെ കൂട്ടി അടിക്കുന്ന ശബ്ദം കേട്ട് എടക്കാ കൊട്ടാൻ ആള് വന്നെന്നും പറഞ്ഞ് മേൽശാന്തി എഴുന്നേറ്റ് വന്നപ്പം വിഗ്രഹം കൈ പിടിച്ചോണ്ടിന്ന് വിറക്കുന്നു. അങ്ങനെ പിടിച്ചാണ് ഇവനെ. പറയടാ, വിഗ്രഹം എടുത്ത് അവിടെ കൊണ്ടുവച്ചാ? വിഗ്രഹം എടുത്ത് അവിടെ കൊണ്ടുവച്ചാ? 46 വയസ്സായി പുള്ളിക്ക്. ഇപ്പോഴാണ് പുള്ളിയുടെ കല്യാണമായത്. ഞാൻ ഇടപെട്ടാണ് കല്യാണം ഉണ്ടാക്കി കൊടുത്തത്. പത്മാലയൻ ജോത്സ്യനാണ് കല്യാണം സെറ്റ് ചെയ്തിരിക്കുന്നത്. പപ്പ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക്. സാറേ, ഈ 46-ാമത്തെ വയസ്സിലൊക്കെ കെട്ടായി എവിടെന്നാ സാറേ പെണ്ണ്? പത്മനാഭൻ ജോത്സ്യന്റെ കഷത്തിരുന്ന പെണ്ണ്. നീ ചുമ്മാ സാറിന്റെ അടുത്ത് ചൂടായിരുന്നു. 46-ാമത്തെ വയസ്സായപ്പോഴാണ് പുള്ളിക്ക് പാവം പിടിച്ച പുള്ളിക്ക് കല്യാണം അയക്കുന്നത്. 46 വയസ്സ്.
അത് മനസ്സിലാക്കണം നീ. രാജീവ് ഈ 46 വയസ്സ് എപ്പോഴും എടുത്ത് പറയേണ്ട കാര്യം അതെന്താ രാജീവ് പറയേണ്ട കാര്യം? രാജീവിന് 46 വയസ്സാവില്ല രാജീവ്. രാജീവ് അത് പറയേണ്ട കാര്യം കേസ് പറയുമ്പോ 46 വയസ്സ് പറയേണ്ട കാര്യം. അങ്ങനെങ്കിൽ ഇവൻ മനസ്സലിഞ്ഞോട്ടെന്ന് കരുതി പറയുന്നതാണ്. കാണിക്കല്ലേ സാർ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 പാവപ്പെട്ട കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ആ ഏരിയയിലുള്ള ഏറ്റവും വലിയൊരു പണക്കാരന്റെ മോനാണ് സാറേ ഞാൻ. സത്യം പറഞ്ഞ ആഹാരം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ, മട്ടൻ, അങ്ങനെ പന്നി, ബുൾസ്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എനിക്കുണ്ട് സാറേ കഴിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു അല്ലലില്ലെന്ന അല്ലലില്ല എന്ന് പറഞ്ഞപ്പോ 2 ലല്ലല കൂടി പോയാണ് സാർ. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സാറേ ഞാൻ. എന്റെ അനിയത്തിനെ കല്യാണമാണെന്നുണ്ടെങ്കിൽ 1001 പവന്റെ സ്വർണ്ണമുണ്ട് സാറേ എനിക്ക് കല്യാണം നടത്തിയത്. രാജീവേ, എന്താ സാറേ ഇവന്റെ എക്സ്പ്രഷനും ഡയലോഗും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ടല്ലോ. ഇവൻ കാട്ടുതീയാണ് കേട്ടോ. അതെന്താ സാറേ? കമലഹാസന് മുകളിൽ പോണ ഐറ്റം ഇത്തവണ കോമഡി അവാർഡ് ആർക്കായിരുന്നു? ഹോൾസെൽ. അവന്റെ മേടിച്ച് അവന് കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവൻ പോയി തട്ടിപ്പറിക്കും. ആ പരിപാടി ആ എക്സ്പ്രഷനായിട്ടോണ്ടിരിക്കുന്നത് സാറേ. ഞാൻ അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല സാറേ. സത്യം പറഞ്ഞാൽ ഞാൻ തൊഴാൻ കയറിയാണ്, വെറുതെ എന്റെ തലയിൽ കെട്ടിവെക്കാണ് സാർ. എവിടെ കൊണ്ടുവച്ചാ തെളിവെടുപ്പ്? എടാ നിന്നെ ഞാൻ ഇടിച്ച് നിന്റെ സെന്റർ ബോൾട്ട് ഇളക്കും. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ വയ്യ. ഇല്ലില്ല സാറേ, ഇവരെ കൊണ്ടൊന്ന് തെളിവെടുപ്പിന് പോയാലോ? ഓ പറ, എവിടെ അഡ്രസ് പറയാൻ പറ. ആ അഡ്രസ് പറയണ. KKP നഗർ, KKP നഗർ, ഉസലാംപേട്ട്, പെൺകുട്ടി, മുട്ടുപേച്ചി. അഡ്രസ് പറയാൻ ഉസലാംപെട്ടി പെൺകുട്ടി, ഉസലാംപെട്ടി നഗർ, ഉസലാംപെട്ടി നഗർ, ചെന്നൈ 14. ചെന്നൈ 14. സാറേ അഡ്രസ് കിട്ടി. ആരാണ് പറഞ്ഞ അഡ്രസ് ആരുടെയെന്നറിയാം? എവിടെയാ? തമിഴ് സിനിമയിലെ കൊടൂര വില്ലൻ മൊട്ടരാജേന്ദ്രന്റെ അഡ്രസ്സാണ് പറഞ്ഞു തന്നേക്കുന്നത്. നീ എന്തറിഞ്ഞോണ്ടേ സംസാരിക്കുന്നു? മൊട്ടരാജേന്ദ്രനത്ത് ഈ മാടനടയിലെ വിഗ്രഹം ചെന്ന് ചോദിക്കാൻ പറ്റൂ? പുള്ളി എന്തോ പറയും? എന്ന് പറഞ്ഞ് എന്നെ ഇയാളെ കൂടെ അവിടുന്ന് ഓടിച്ചു വിടത്തില്ലേടാ പുള്ളി. ഞാൻ സത്യം പറയട്ടെ സാർ, എന്റെ കൂടെ തൊഴിലെടുപ്പിന് വന്നു കഴിഞ്ഞാൽ കത്ത് സ്ഥലം ഞാൻ പറയാം. ആദ്യം നമ്മൾ ആര്യങ്കോട് പോകണം. ആര്യങ്കോട് പോയി കഴിഞ്ഞാൽ രാവിലെ എത്തണം. അവിടെ ചെന്ന് നമുക്ക് റൂം എടുക്കാം. അല്ല, നമുക്ക് അവിടെ നിന്ന് പോകണമല്ലോ. നമുക്ക് അവിടെ നിന്ന് തെങ്കാശി പോകണം. തെങ്കാശി? തെങ്കാശിയിലാകുമ്പോ ഉച്ചയാകുമ്പോ അവിടെ ചെല്ലും. അപ്പൊ തെങ്കാശി ചെന്ന് റൂം എടുത്താലോ? സാറേ, തെങ്കാശിന്ന് പോകണമല്ലോ. പിന്നെ തെങ്കാശിന്ന് മധുരയിൽ പോകണമെന്ന്. തെങ്കാശിന്ന് മധുര ചെല്ലുമ്പോൾ രാത്രി 12 മണി. അവിടെ ചെന്ന് റൂം എടുക്കാം. രാജീവിന്റെ ഉദ്ദേശം എന്താ? തെളിവെടുപ്പാണോ? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അത് റൂമെടുപ്പാണോ? അയ്യോ, ഞാൻ തെളിവെടുപ്പിന് കൊണ്ടുപോകും. സാർ തെറ്റിദ്ധരിക്കില്ല, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു പഠിപ്പിക്കില്ലേ. ഞാൻ ഇവരുമായിട്ട് റൂം എടുത്ത തെളിവെടുപ്പിന് പോണ കാര്യമാണ് പറഞ്ഞത്. റൂം എടുക്കണമെന്നല്ല പറഞ്ഞത്. തെളിവെടുപ്പിന് കൊണ്ടുപോകണമെങ്കിൽ റൂം എടുക്കണം. റൂം എടുത്താലേ തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്ന് സാറേ, ഞാൻ ഒരു കാര്യം നീ പറയടാ. ഞാൻ മോഷ്ടിച്ചിട്ടില്ല. മോഷ്ടിച്ചിട്ടില്ലെന്നെങ്ങാനും പറഞ്ഞ പിന്നെ എന്തോ വിഗ്രഹം എനിക്കറിയത്തില്ല സാർ. എനിക്ക് തോന്നുന്നത് ആ തൂപ്പുകാരി ഉഷയാണോ ഇതിന്റെ പിന്നിൽ? എനിക്ക് സംശയമുണ്ട്. അയ്യേ, അതെന്താ? സ്റ്റേഷനിലെ തൂപ്പുകാരി ഉഷയാണോ ഇതിന്റെ പിന്നിൽ? സംശയം. അതെന്താ സാറേ? ഇവക്ക് ഒരു ലൈൻ ഉണ്ട്, അറിയാലോ. എന്നെ കാണുമ്പോ ഒരു പ്രത്യേക ലൈൻ വിളിയുണ്ട്, ഒരു ലൈൻ വിളിയുണ്ട്, മനസ്സിലായി? അപ്പൊ ഇവളാണ് ഈ വിഗ്രഹം ഇവനെ കൊണ്ട് അടിച്ചു മാറ്റിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താണ് സാറേ? ഇവൻ ഈ വിഗ്രഹം അടിച്ചു മാറ്റിച്ച് എന്നെ ഇവിടെ ഇരുത്തി ലാഗടിപ്പിക്കുമല്ലോ. ഈ സമയത്ത് എന്റെ നിശ്ചയം മുടങ്ങും, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അവളെ കല്യാണം കഴിക്കും. ഓസിലൊരു SI പച്ചക്കറി മേടിച്ചോണ്ട് തൂപ്പുകാരിയെ വീട്ടിൽ പോകാൻ കാണാൻ നല്ല രസമായിരിക്കും. സാറേ, ഞാൻ വേണമെങ്കിൽ സത്യം പറ, നീ തൂപ്പുകാരുടെ കൊട്ടേഷൻ കൊടുത്താണ് എന്റെ സാറിന്. 46-ാമത്തെ വയസ്സിലാണ് പാവത്തിനൊരു കല്യാണം അയക്കുന്നത്. ആ നിശ്ചയം 46 വയസ്സിൽ നിശ്ചയം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കല്യാണം കഴിച്ചേക്കണ. നിനക്ക് മക്കളുണ്ടാടാ? 3-4 ഉണ്ട്. അതുകൊണ്ട് നിനക്ക് വിഷമം അറിയത്തില്ല. ഈ പുള്ളിക്കാരൻ അറിയാതിന്റെ വിഷമം. പിന്നെ ഞാൻ ഇന്ന് മോട്ടിച്ചിട്ടില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എടുത്തിട്ടില്ല സാറേ. ഞാൻ വേണമെങ്കിൽ എന്ത് വേണം ചെയ്യാം. ഞാൻ സത്യം ചെയ്യട്ടെ? സത്യം ചെയ്യട്ടെ. ഞാനൊരു കാര്യം പറയാം. സത്യം ചെയ്യടാ. ഞാൻ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാൻ വേണ്ടി ഞാൻ മുസൽമാൻ അല്ല. ഞാൻ ഭഗവത്ഗീതയിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ ഹിന്ദു അല്ല. ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യാൻ ഞാനൊരു ക്രിസ്ത്യാനിയല്ല. വെറുതെ ഈ അമ്പലത്തിൽ തൊഴാൻ വന്ന എന്നെ കള്ളനാക്കില്ലേ? ഇനി എന്ത് ശിക്ഷയാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളത്? Tell me, can you punish me? അദ്വൈതത്തിലെ ലാലേട്ടന്റെ ഡയലോഗ് പറഞ്ഞ അതങ്ങ് എടുത്ത് വെക്കണം ഞാൻ, അല്ലേ? അതാണ് നിന്റെ ഉദ്ദേശം? അല്ല സാർ, അല്ല. ആര്യ സിനിമയിലെ ഡയലോഗ്. രാജീവേ, അദ്വൈതത്തിൽ ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് ഉമ്മായിരിക്കും സാറാ. സിനിമയൊക്കെ ഞാനും കാണുന്ന ആര്യ സിനിമയിലെ ഡയലോഗ്. അയ്യേ രാജീവേ, ഞാനിത് എത്ര പ്രാവശ്യം കണ്ട രാജീവേ. കഴിഞ്ഞ ഞായറാഴ്ച കൂടെ ഞാൻ കപ്പയും പുഴുങ്ങി
പിന്നെ ഉള്ളി സവോള ഞെരടി വെച്ചോണ്ടിരുന്ന് കണ്ട പടമാണ് ആര്യൻ. എടാ നീ പുഴുങ്ങിയ കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താ? കപ്പ പുഴുങ്ങിയ കാര്യം എനിക്കറിയാന്നത്. എടാ താൻ എസ് ഐ ആണെങ്കിൽ ഞാൻ കോൺസ്റ്റബിൾ. എന്റെ വളർച്ചയിൽ ഈ അസൂയുണ്ട്, അറിയാലോ നിനക്ക്. എടാ ഇത് ആര്യ സിനിമയുടെ ഡയലോഗാണ്. ആര്യ സിനിമ എനിക്കറിയാം. ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ്. ഞാനൊരു കാര്യം മനസ്സിലായി. ഇതിനൊരു തീരുമാനം ഉണ്ടോ? ഇതിന് തീരുമാനമൊന്നും ആകത്തില്ല. ഇയാൾക്ക് കണ്ണുകടിയാണ് എന്നോട്. ഇത് ആര്യ സിനിമയുടെ ഡയലോഗാണെന്ന് എനിക്കറിയാം. ആര്യൻ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് ഞാൻ കണ്ടതാണ് മോനെ. അദ്വൈത സിനിമയിൽ ലാലേട്ടൻ ഈ ഡയലോഗ് പറഞ്ഞ മോനെ ഞാൻ കണ്ടേ. ഈ വിഗ്രഹത്തിന്റെ കാര്യം അതവിടെ ഇരിക്കട്ടെ. പിന്നെ വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റി. ഞാൻ ഒരു തീരുമാനം പറയട്ടെ. ഇതിന് തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഗൂഗിളിൽ നോക്കി അറിയാവുന്ന കാര്യമുള്ളൂ. ഞാൻ നോക്കാം. ഇല്ല. പക്ഷെ സാറ് പറഞ്ഞാണ് ശരിയെങ്കിൽ 10 ഏത്തം. പക്ഷെ സാറ് പറഞ്ഞാണ് ശരിയെങ്കിൽ 10 ഏത്തം. എങ്ങനെയുണ്ട്? അത് വേണം. ഗൂഗിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തീരും. ഇയാൾ കൂടുതൽ കേട്ടെ. എസ് ഐ ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ നമ്മളെ വെറും സാറ് നോക്ക് സാർ. വെറും അല്ലെ ആര്യ സിനിമ ഞാൻ കണ്ട പ്രിയദർശൻ സംവിധാനം ചെയ്ത പടം. ഉമ്മ ആര്യം പട ആര്യ സിനിമ എങ്ങനെ ഇരിക്കും? ആര്യ അപ്പൊ 10 ഏത്തം. ഏത്തവിട് ഞാൻ ഏത്തവിടാൻ. ഇയാൾ ഏത്തവിടാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ഏത്തവിടാൻ? ഇപ്പം പറഞ്ഞല്ലോ ഏത്തവിടുന്ന്. ഇവനല്ലേ പറഞ്ഞേ? എന്നാ പറഞ്ഞത്? അപ്പൊ ഇവനല്ലേ ഏത്തവിടേണ്ട? ഞാൻ ഏത്തവിടേണ്ട കാര്യം എന്തോ? നീയല്ലേ ഏത്തവിടുന്ന് പറഞ്ഞ? നിങ്ങൾ തമ്മിലല്ലേ പറ്റി വെച്ചത്? ഞാൻ പറഞ്ഞ ഏത്തവിടുന്ന് അല്ല, നീയല്ലേ ഏത്തവിടുന്ന് പറഞ്ഞ? ഓ തുടങ്ങിക്കോ. അല്ല അങ്ങനെയാണ് ഒരു 100 ഏത്ത പിടിപ്പിച്ച കഥ നല്ലത്. അപ്പൊ ഏത്തത്തിന്റെ ഒരു എപ്പിസോഡ് പോട്ടെന്നാ? അങ്ങനല്ല. ഒന്നാമത് ഇത് ഒരു വേറൊരു വാക്കിനടുത്ത് പോകണത്. ഞാൻ ഏത്തവിടണം. ഉമ്മ വല്ല കാര്യം ഉണ്ടായിരുന്നു. 1 2 വരച്ച് കാണിക്കടാ നീ. വരച്ച് കാണിക്കടാ നീ. ഞാൻ അമ്പലത്തിൽ കയറിയതാണെങ്കിൽ വരച്ച് കാണിക്കാം. പക്ഷെ വിഗ്രഹത്തിന്റെ കേസ് എനിക്കറിയത്തില്ല. ഞാൻ വരച്ച് കാണിക്കുന്നേ. കളി നമ്മടുത്ത്. ഇത് ബസ് സ്റ്റാൻഡ്. ഏത് കൊള്ളല്ലേ? ബസ് കിടക്കണം ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ, ഇവിടെ ഒരു വളവുണ്ട്. ഇങ്ങനെ ഈ അതൊക്കെ അറിയാം. ഇവിടെ ഈ വളവിൽ നിന്ന് തിരിഞ്ഞിന് ഇടവഴി കയറുമ്പോഴേ ഇവിടെ ഒരു വീടുണ്ട്. ഒരു ഓടിട്ട വീടുണ്ട്. ഓടിട്ട വീടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തിരിയുമ്പോ ഇപ്പുറത്തൊരു ഷീറ്റിട്ട വീടുണ്ട്. ഷീറ്റിട്ട വീട് അറിയാം. ഷീറ്റിട്ട വീട് അറിയാം. ഷീറ്റ് മറ്റേ LIC ശൈലജയുടെ വീടല്ലേ ഷീറ്റിട്ട വീട്? അല്ലല്ല, അത് ബിന്ദുവിന്റെ വീടാണ്. ബിന്ദുവിന്റെ അല്ല, ഷീറ്റിട്ട വീട് LIC ശൈലജയുടെ വീടാണ്. സാറേ തമിഴ്നാട്ടിൽ നിന്ന് വീട് മാറി 2 വർഷമായിട്ട് ഇപ്പൊ പൂക്കച്ചവടം നടത്തുന്ന തമിഴ് പെണ്ണ്. രാജു സാർ എന്തറിഞ്ഞാണ് അടുത്തത്? LIC ശൈലജ എനിക്കറിയാം. വീണ്ടും എന്റെ അടുത്ത് ഞാൻ നോക്കത്തില്ല. ആവശ്യമില്ലാത്ത കാര്യം എന്നോട് അവിടെ റൈറ്റിലേക്ക് പോകുമ്പോ ആരെ വീട്? അല്ല സാർ ഇപ്പൊ പറഞ്ഞത് ബിന്ദുവിന്റെ വീടാന്ന് എനിക്കറിയാലോ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന പെണ്ണ് ഇപ്പൊ പൂക്കച്ചവടം നടത്തുന്ന കവലെ. അപ്പൊ LIC ശൈലജ എവിടെയാണ്? LIC ശൈലജ എവിടെയാണെന്ന് ഇയാൾ പറയുന്ന ശൈലജയുടെ വീടൊന്നുമല്ല, ബിന്ദുവിന്റെ വീടാണ്. ഞാൻ പറഞ്ഞില്ല ഇയാൾക്ക് എന്റെ വളർച്ചയിൽ അസൂയുണ്ട്. നേരത്തെ അങ്ങനെ ഒരു സംഭവം നോക്കിയതുകൊണ്ട് അങ്ങനെ ഗൂഗിളിൽ നോക്ക്. ഗൂഗിളിലുണ്ട് അവള്. ഗൂഗിളിൽ ആരുണ്ട്? അപ്പൊ ഞാൻ വേറെ ശൈലജ, ഇത് വേറെ. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞു. കുറെ നേരത്തെ ഞാൻ ഇവിടെ ഒരു സർവേ കല്ലിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കും. ഞാൻ അമ്പലത്തിൽ കയറട്ടായിട്ടുണ്ട്. ഇത് എടുത്ത കാര്യം പറ. ഇത് എവിടെ കൊണ്ടുവച്ചത്? സാറിന്റെ ഭാവി അമ്മായിച്ചി എന്നെ വിളിച്ചോണ്ടിരിക്കുവാണ്. എന്തിനാണ് എന്നെ വിളിക്കുന്നത്? 46-ാമത്തെ വയസ്സ് ഇയാൾക്ക് ഒരു പെണ്ണ് ഞാൻ പോയി കണ്ടിരുന്ന പാവം പിടിച്ച മനുഷ്യൻ. ഇത് എപ്പോഴും 46 വയസ്സ്. ആ കോൾ എടുക്കത് അതൊന്നും പറഞ്ഞു. ഹലോ, ഇപ്പൊ എന്റെ അച്ഛൻ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാ പറ. പാവം മനുഷ്യനാണ്. തങ്കക്കുടം പോലത്തെ ഒരു മനുഷ്യനാണ്. ഈ സംഭവം ഈ ആത്മാർത്ഥയൊന്നും പുള്ളിക്കില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു. ഞാൻ ഒരു ദിവസം സ്റ്റേഷനിൽ വന്നായിരുന്നു. ഞാൻ സാറിനെ ചോദിച്ചത്, സാറൊന്നില്ലായിരുന്നു. ഞാൻ ചോദിച്ചവൻ പറഞ്ഞ് അവനെ കാടാ പോലീസിലെടുത്തത്. എടാ അതൊക്കെ പോലീസ് എന്ന് പറഞ്ഞ് എന്നെ പോലെ തണ്ടം തടിയും നീ അവന്റെ പുറകെ എന്തിനാ നടക്കണത്? നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. വളരെ മോശമായി പോയില്ലേ? അങ്ങനെ പറയാമോ? സാറേ ഒരു സംസാരിച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റൊക്കെ ഇറങ്ങണം. അതൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നായിരുന്നു അല്ലേ? എന്താ വന്നായിരുന്നോ? എന്നിട്ട് സാറ് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എടുക്കാൻ പറ്റത്തില്ല. പോലീസിലെടുക്കത്തില്ലെന്ന് മനസ്സാക്ഷി ഉണ്ടോ സാറേ സാറിന്? നീ ഇത് കേൾക്കണോ? ഇയാളെ കൂടെ ഞാൻ നിഴല് പോലെ നടക്കുന്ന മനുഷ്യനാണ്. അതങ്ങനെ ശരിയാവും? എന്ത് അത് പൊക്കോളം നിഴല്, നിങ്ങൾ ചെറിയ നിഴല് എനിക്കിട്ട് കൊള്ളാടാ. കൂടെ നടന്നിട്ട് ആര് വിളിച്ചെന്നാ പറഞ്ഞത്? ഇയാള് വിളിച്ചെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞോ? ഞാൻ വിളിച്ചത് നീ പറഞ്ഞു? പറയാൻ കാരണമുണ്ട്. എന്താ പറഞ്ഞു? പറയാൻ കാരണമുണ്ട്. കാര്യം എന്താ പറഞ്ഞു? എപ്പോഴാ ഞാൻ വിളിച്ചത്? സാർ ഇപ്പൊ കെട്ടാൻ പോണ 2ാം കെട്ട് ഒരു പെണ്ണ് കെട്ടിയാണ് ഞാൻ പറഞ്ഞു. അജി സാർ അവന്റെ അടുത്ത് എന്തോ വർത്താനം പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞ കണ്ണ് തറയെ പോലും ഞാൻ 2ാം കെട്ടിനെയാണ് കെട്ടണം എന്ന് പറഞ്ഞു. 2ാം കെട്ട്? 2ാം കെട്ട്
ഞാൻ രണ്ടാം കെട്ടിനെയാണ് കെട്ടണം എന്ന് പറഞ്ഞു. ഇയാള് വീണ്ടും ഞാൻ ഒരു കാര്യം പറയാം. അല്ല അത് പറയേണ്ട കാര്യം ഞാൻ രണ്ടാം കെട്ട് പെണ്ണിനെയാണ് ഞാൻ കെട്ടുന്നത്. രണ്ടാം കെട്ട് പെണ്ണിനെയാണ് ഇയാൾ 46 വയസ്സായെന്ന് പറഞ്ഞ് കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. രണ്ടാം കെട്ടെന്ന് ഞാൻ എടോ രണ്ടാം കെട്ട് പെണ്ണിനെ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഏത് വിഗ്രഹം ഇടിച്ചിട്ട് കൂമ്പിയാൻ കലക്കും. രണ്ടാം കെട്ടിലെ രണ്ടാം കെട്ടല്ലേ പറയേണ്ട കാര്യമൊന്നും ആര് പറഞ്ഞെന്നാ പറഞ്ഞ? ഞാനങ്ങും പറഞ്ഞില്ല ഇയാൾ രണ്ടാം കെട്ടാണെന്ന്. ഇവിടെ താൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞില്ല, താൻ പറഞ്ഞു. ഞാനങ്ങ് പറഞ്ഞില്ല. ഞാനെന്തിനാ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്റെ പൊന്നു സാറേ, ഞാൻ ഒരു കാര്യം, എന്റെ മുഖത്തൊക്കെ രാഷ്ട്രീയം കളിക്കരുത്. നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു. ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ കിടന്ന് വിളിച്ചോണ്ടിരിക്കുവാണ്. ഹലോ, എന്താടോ രണ്ടാം കെട്ട്? തന്റെ മോന്റെ കാര്യം. അത് കൊള്ളാം, അത് കലക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ കഷ്ടം. 46-ാമത്തെ വയസ്സിൽ ആറ്റു നോറ്റൊരു പെണ്ണിനെ കിട്ടിയതാണ്. ഇനിയിപ്പോ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. സമയത്ത് എത്താത്ത കൊണ്ട് ഫോൺ വന്നതല്ലേ? സംഭവം എന്തുവാ? സ്ഥിരം ഇതുപോലുള്ള കേസിന്റെ ഒക്കെ എൻഡിങ് തന്നെ. എന്ത് പെണ്ണിനെ മുറച്ചെറുക്കം കെട്ടിയ? അത് സാറിന് എങ്ങനെ മനസ്സിലായി? അല്ല, സ്ഥിരം അങ്ങനെയാണല്ലോ ഇത്തരം കേസുകളുടെ അവസാനം അങ്ങനെയല്ലേ വരുന്നത്. അല്ല, എനിക്കൊരു സംശയം. ഈ കല്യാണം മുടങ്ങണ വീട്ടിലല്ലോ ഇതിനു മാത്രം എവിടെന്നടെ ഈ മാമന്റെ മക്കൾ വന്നിരിക്കുന്നത്? ഇവരെയൊക്കെ ആദ്യം തല്ലിക്കൊല്ലണം. കേരള ജീപ്പി